ഹായ് ചെങ്ങൈമാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പേൾ ഐലൻഡിലാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് കത്തി നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹോട്ടലിൻ്റെയൊക്കെ ഇടയിൽ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ഈ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും ഇങ്ങോട്ട് വന്നത്. ഹമദ് ബിൻ ജാസിം ബിൻ ജാബിർ അൽ താനി മോസ്ക്, അതാണ് ഈ പള്ളീൻ്റെ പേര് കേട്ടോ. ഒരു കൊട്ടാരം പോലത്തെ ഒരു പള്ളി, നല്ല വെള്ള കളറിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഈ മിനാരം കണ്ടില്ലെങ്കിൽ പള്ളിയാണെന്നൊന്നും പെട്ടെന്ന് തോന്നൂല കേട്ടോ, പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്നും ഓരോ വ്യൂ ആണ് കേട്ടോ. പള്ളീൻ്റെ എല്ലാ ഭാഗത്തുനിന്നും അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഞാനേതായാലും ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കി. നല്ല രീതിയിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് ചെടിയും പനകളൊക്കെ നട്ടുപിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഒറ്റ നിലയിലാണ് കേട്ടോ പള്ളി. എത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും ഒറ്റ നിലയിലാണ് പള്ളി ഉള്ളത്. പിന്നെ ഒരു ഭാഗത്തായിട്ട് മേലെ ചെറിയൊരു ബാൽക്കണി പോലുള്ള ഏരിയ വരുന്നുണ്ടെന്നല്ലാതെ ബാക്കി കംപ്ലീറ്റ് സിംഗിൾ ഫ്ലോറിലാണ് ചെയ്തത്. 2600-ലേറെ ആളുകൾക്ക് ഉള്ളിൽ തന്നെ, പള്ളീൻ്റെ ഉള്ളിൽ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് പള്ളീൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗം. ഫ്രണ്ട് എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ ഫ്രണ്ട് പോലെ തോന്നുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു വരാന്ത പോലുള്ള ഒരു ഏരിയ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് നിസ്കരിക്കാം കേട്ടോ. ഇവിടെ ഓപ്പണാണ്, എന്നാലും അത്യാവശ്യം ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ വലത്തോട്ടും ഇടത്തോട്ടും രണ്ട് ഭാഗത്തേക്കായിട്ടാണ് താഴേക്കുള്ള വഴി വരുന്നത്. ഇത് നമുക്ക് വാഷ്റൂം ഏരിയയിലേക്കും അതുപോലെ തന്നെ പാർക്കിങ്ങിലേക്കൊക്കെ ഡയറക്റ്റ് ചെല്ലുന്ന ഒരു വഴിയാണ് കേട്ടോ. അത് രണ്ട് സൈഡിലൂടെ ഇതുപോലെ വഴിയുണ്ട്. ഇതിൻ്റെ താഴേക്കാട്ട് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം ഏരിയ വരുന്നത്. ഇത് വുളൂ ചെയ്യാനുള്ള സ്ഥലമാണ്. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പാലസിൻ്റെ ഒരു തീമിലാണ് ഉള്ളത്. എല്ലാ ഭാഗങ്ങളും ഈ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി അല്ലേ. അങ്ങനെ വുളൂ ചെയ്ത് നമ്മളിങ്ങനത്തെ ഒരു ഹാളിലേക്കാണ് എത്തുക. അതുപോലെ തന്നെ ഒരു വരാന്തയിൽ കൂടെ കുറച്ച് കൺഫ്യൂഷനാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഇവിടെ ഒരു സ്ക്രീനുണ്ട്. പള്ളീൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് മേലേക്ക് എസ്കലേറ്റർ വഴി നേരെ മേലേക്ക് കയറുകയാണ് പള്ളീൻ്റെ ഉള്ളിലേക്ക്. ലിഫ്റ്റ് വേണ്ടവർക്ക് ലിഫ്റ്റും ഉപയോഗിക്കാം. ഇവിടെ ഒരു വാഷ് ബേസും വെച്ചാണ് ഞങ്ങൾ. പള്ളീൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ പിന്നെ എങ്ങോട്ടാണ് ക്യാമറ പിടിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അത്രക്കും അടിപൊളിയാണ് കേട്ടോ. മൊത്തത്തിൽ കളർഫുള്ളാണ് മേലെയൊക്കെ. പിന്നെ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ബ്രൈറ്റായിട്ടുള്ള ലൈറ്റല്ല, എന്നാലും അത്യാവശ്യം ഒരു തിളക്കമുള്ള ലൈറ്റാണ്. എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഉള്ളിൽ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നേരെ താഴോട്ട് ഇറങ്ങുക കേട്ടോ. പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. കുറേ ഡോറുള്ളതുകൊണ്ട് ഏതിലെ പുറത്തിറങ്ങിയാൽ എത്തുന്നുള്ള അറിയില്ല. അപ്പോൾ 2-3 പ്രാവശ്യം ഇറങ്ങിയിട്ട് പുറത്തേക്കായിപ്പോയി. നമുക്ക് പാർക്കിങ്ങിലേക്കാണ് വരേണ്ടത്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ, പള്ളീൻ്റെ പാർക്കിംഗ്. 262 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പള്ളീൻ്റെ താഴെ ഈ വാഷ്റൂം ഏരിയകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പാർക്കിംഗ് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.